Travel is not a matter of money, but of courage. Welcome to Dream Drive. പണ്ട് മുതൽക്കേ തന്നെ സിനിമകളിലൂടെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കരുത്തനായ വാഹനത്തിൻ്റെ ഒരു ചിത്രം തന്നെയാണ് ജിപ്സിക്കുള്ളത്. എപ്പോഴും നമ്മൾ കാണുമ്പോൾ ബീച്ചിലൂടെയൊക്കെ ഈ മണലിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന പല നല്ല വിഷ്വൽസും ഇപ്പോഴും നമ്മൾ പല വാഹനപ്രേമികളുടെ മനസ്സിലും കരുത്തിൻ്റെ പര്യായമായിട്ട് ജിപ്സി മാറാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരിത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവ്, കുറച്ച് ഒരു എന്താ പറയുക, നോർമൽ ഡ്രൈവിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു കൂട്ടം വാഹനപ്രേമികൾക്ക് വേണ്ടി മാത്രം തന്നെയാണ് ജിപ്സി എന്ന് പറയുന്ന ഒരു വാഹനം ഇപ്പോഴും വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡ്രീം ഡ്രൈവിലൂടെ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ജിപ്സിയാണ്. 1.3 ലിറ്റർ പെട്രോൾ വാഹനമാണിത്. ആക്ച്വലി 60 കിലോ വോട്ടാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ വിത്ത് 6000 RPM. 103 Nm ടോർക്കുണ്ട് ഈ വാഹനത്തിന് വിത്ത് 4500 RPM. സോ ഒരു കരുത്തനായ വാഹനം തന്നെയാണ്. 4 വീൽ ഡ്രൈവാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാരുതി സുസുക്കിയുടെ ജിപ്സിയുടെ കസ്റ്റമേഴ്സ് നോക്കിയാൽ തന്നെ എല്ലാം നമ്മുടെ എയർഫോഴ്സും മിലിറ്ററിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വേറൊരു വാഹനം തന്നെ ഇല്ല. ഇപ്പോൾ താറൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി പൈസയ്ക്കാണ് പറഞ്ഞത്. അപ്പോൾ അതൊരിക്കലും ഒരു കമ്പാരിസൺ പറയാനായിട്ടൊരു വാഹനമില്ല. 15 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിന് ആക്ച്വലി നമുക്ക് ഈ പറയുന്ന ഒരു ഫുഡ് റെസ്റ്റ്, ഫ്രണ്ടിലേക്ക് ഡ്രൈവർക്ക് കയറാനുള്ള ഒരു ഫുഡ് റെസ്റ്റ് പോലും അത് ആക്ച്വലി അസംബിൾ ചെയ്ത് ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് ഇത് വരുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് ഈ വാഹനത്തിന് നൽകുന്നില്ല. വലത് സൈഡിൽ ഒരു റിയർ വ്യൂ മിറർ നൽകുന്നുണ്ട് ഡ്രൈവർക്ക് ഒരു കംഫർട്ട് സോണിൽ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാത്തക്ക രീതിയിൽ തന്നെയാണ്. ഒരു ചെറിയ കാറ്റഗറിയാണ് ഇവിടെയും നമ്മൾ ഈ പറയുന്ന ഒരു സർവേ ചെയ്യുമ്പോൾ കൂടെയും ഈ പറയുന്ന മിലിറ്ററി അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാതെ വളരെ ഒരു കുറഞ്ഞ കാറ്റഗറി, ഒരു ഡേഞ്ചറസ് ആൻഡ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവ്സ് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ് മാത്രമാണ് ജിപ്സി തിരഞ്ഞെടുക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് അവരുടെ എയർ ബാഗ്സ് ആക്ച്വലി നൽകുന്നില്ല. പവർ സ്റ്റിയറിംഗ് അല്ല വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു സ്പെസിഫിക് ഡിസൈൻ, പണ്ട് മുതലേ നമ്മൾ കണ്ട് പഴകിയ ആ ഒരു ജിപ്സിയുടെ ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. 2 വേരിയൻറ്റിലാണ് ഈ വാഹനം വരുന്നത്. ഒന്ന് സോഫ്റ്റ് ടോപ്പും പിന്നെ ഹാർഡ് ടോപ്പും. സോഫ്റ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുന്ന വാഹനം സോഫ്റ്റ് ടോപ്പ് തന്നെയാണ്. ഇത് നമുക്ക് ഈ കാണുന്ന ടോപ്പ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് വളരെ കാഷ്വലായിട്ട് ട്രാവൽ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ യാത്ര എൻജോയ് ചെയ്ത് കാറ്റും മണ്ണും പൊടിയൊക്കെ ആസ്വദിച്ച് ട്രാവൽ ചെയ്യത്തക്ക രീതിയിലും നമുക്കിത് ചെയ്യാം. അതിൽ ഹാർഡ് ടോപ്പിലേക്ക് പോകുമ്പോൾ ഇത് ആക്ച്വലി ഇതുപോലെ തന്നെ ബോഡി ആയിട്ട് മാറും. അത് നമുക്ക് ഈ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ 2 വേരിയൻ്റ് ആയിട്ടാണ് ഈ വാഹനം നൽകിയിരിക്കുന്നത്. 40 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി.
പിന്നെ ഈ പറയുന്ന പോലെ വാഹനം എന്തുകൊണ്ടും ബോഡിയെല്ലാം വളരെ സ്ട്രോങ് ആണ്, കരുത്ത് തന്നെയാണ് വാഹനത്തിന് മുന്നിൽ നമുക്ക് എന്തുകൊണ്ടും പറയാം. ഹുഡ് കറക്റ്റായിട്ട് ജിപ്സിയുടെ തന്നെ തനതായ ഒരു ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ കുറച്ച് സെൻറ്റർ പോർഷൻ ഒരു എന്താ പറയുക ഒരു പ്രൊജക്ഷൻ വരത്തക്ക രീതിയിലാണ് ഹുഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മുന്നിലേക്ക് പോകുകയാണെങ്കിൽ ഹെഡ് ലാമ്പ് ആണെങ്കിലും ഒക്കെ നമ്മുടെ നോർമലി ഉള്ള പണ്ട് മുതലേ കണ്ട് പഴകിയ അതേ ഒരു ഡിസൈനിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ലാമ്പും ഒക്കെ അത്തരത്തിൽ തന്നെയാണ് ഒരു നൽകിയിരിക്കുന്നത്. ലീഫ് സ്പ്രിംഗ് വിത്ത് ഡബിൾ ആക്ഷൻ ഡാമ്പർ വിത്ത് ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനിലുള്ള റിയർ ആൻഡ് ഫ്രണ്ട് സസ്പെൻഷനാണ് ഈ ജിപ്സിക്ക് നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ പറയുന്ന 210 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന കയറ്റം അല്ലെങ്കിൽ ഈ ബീച്ചിലൂടെയുള്ള ഡ്രൈവ്, അത്തരത്തിലുള്ള ഒരു കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവ് മാക്സിമം എൻഹാൻസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജീപ്പിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഇതിൻ്റെ ഫ്രണ്ട് ഈ പറയുന്ന വിൻഷീൽഡ് ഫോൾഡബിൾ ആക്കിയിട്ട് കുറച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു എന്താ പറയുക ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേർണി. ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അതുകൂടാണ്ട് ഇതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും റിയറിലേക്ക് പോകുമ്പോൾ ഡ്രം ബ്രേക്കാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 5 ഫോർവേഡ് ഗിയേഴ്സും ഒരു റിവേഴ്സ് ഗിയറുമായിട്ടാണ് ഈ വാഹനം, 5+1 റിവേഴ്സ്, അത്തരത്തിലാണ് ഈ വാഹനത്തിൻ്റെ ഗിയറിൻ്റെ മെത്തേഡ് വന്നിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വൈപ്പർ വിത്ത് വാഷറാണ്, അത് തന്നെ 3 സ്പീഡിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വൈപ്പേഴ്സാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. സൈഡിൽ നിന്ന് നോക്കുമ്പോഴും വാഹനം ആവശ്യത്തിലോളം നല്ല മാക്സിമം ഒരു എന്താ പറയുക ഒരു ജൈജാൻറ്റിക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കരുത്ത്, ഒരു ക്യൂട്ട്നെസ് ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈനിങ്ങിൻ്റെ ഒരു പോർഷനിലും കൊണ്ടുവന്നിട്ടില്ല. വാഹനം മൊത്തത്തിൽ നോക്കിയാൽ തന്നെ വളരെ ഹാർഡായിട്ടുള്ളൊരു വാഹനമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. സോ എന്തുകൊണ്ടും ജിപ്സി കരുത്തനായിട്ടുള്ള അല്ലെങ്കിൽ കരുത്തുള്ള ഡ്രൈവ്സ് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഒരു ഡ്രീം വാഹനം തന്നെയാണ്. പണ്ട് മുതൽക്ക് ഇപ്പോഴും അതിങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ പോകുന്ന കാരണം ഈ വാഹനത്തിന് നൽകിയിരിക്കുന്ന ഇത്തരത്തിലുള്ള കരുത്തേറിയ ഡ്രൈവിൻ്റെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ എല്ലാ ഈച്ച് ആൻഡ് എവറി പാർട്ടിലും ഉള്ള ഡിസൈനാണെങ്കിലും എൻജിൻ പോർഷനിലാണെങ്കിലും ബാക്കി കൊടുക്കുന്ന ഫീച്ചേഴ്സ് ആണെങ്കിലും കരുത്ത് അത് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ്. സുപ്പീരിയർ വൈറ്റ്, റൂബി റെഡ്, സിൽക്കി സിൽവർ, ഹാർവസ്റ്റ് ഗ്രീൻ ആൻഡ് ഡോൾഫിൻ ബ്ലൂ എന്നീ 5 വ്യത്യസ്തമാർന്ന നിറങ്ങളിലാണ് ജിപ്സി 1.3 ലിറ്റർ കിങ്സ് എന്ന് പറയുന്ന ഈ വാഹനം. ഇത് കിങ് തന്നെയാണ്, ആക്ച്വലി ഒരു കരുത്തിൻ്റെ പര്യായം തന്നെയാണ്. ഇതിൽ ഒരു സ്പെയർ വീൽ കവർ വാഹനം മേടിക്കുമ്പോൾ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ പിന്നിലും നമ്മൾ നേരത്തെ ഡ്രൈവർ സീറ്റിലും ഉള്ള അല്ലെങ്കിൽ കയറേണ്ട ഈ സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിലും 3 വശങ്ങളിലും നമുക്ക് കയറേണ്ട സ്റ്റെപ്സ് അതൊന്നും അവൈലബിൾ അല്ല. അത് നമ്മൾ അസംബ്ലി ചെയ്യേണ്ടത് തന്നെയാണ്. അത് വാഹനം മേടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതല്ല. പിന്നെ വളരെ കരുത്ത് എന്ന് തന്നെ പറയാം. നമുക്ക് ഇതിനകത്ത് ചാടി അങ്ങോട്ട് കയറിയാലും സീറ്റ്സ് എല്ലാം ഈ പറയുന്ന അത്രയ്ക്കൊരു ഭയങ്കര കുഷ്യൻഡായിട്ടോ ഇരിക്കുന്ന ആളെ അത്രത്തോളം പാമ്പർ ചെയ്യുന്ന രീതിയിലോ അത്തരത്തിലുള്ളൊരു കംഫർട്ട് സോണൊന്നും ഒരിക്കലും നൽകിയിട്ടില്ല. കരുത്ത് തന്നെയാണ്, ഒരു ഹാർഡ്നെസ് എന്തുകൊണ്ടും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സീറ്റ്സാണ്. 2 സൈഡിൽ നമുക്ക് 3 6 പേര്, ഫ്രണ്ടിൽ 2, മൊത്തം 8 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനം എന്തുകൊണ്ടും ഈ പറയുന്ന ഒരുപക്ഷെ ഈ പറയുന്ന മിലിറ്ററി അല്ലെങ്കിൽ എയർഫോഴ്സ് അത്തരത്തിലുള്ള ഒരു സേനാ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൻ്റെ പട്ടികയിലേക്ക് ഇത് വരാനുള്ള കാരണവും ഇത്തരത്തിലുള്ള ഒരു ഹാർഡ്നെസ് തന്നെയാണ്.
ജിപ്സിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആക്ച്വലി വളരെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു വളരെ ഹാർഡായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ പവർ സ്റ്റിയറിംഗ് അല്ല. പിന്നെ നമുക്കൊരു വേണമെങ്കിൽ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലൗ ബോക്സും പിന്നെ ഒരു ട്രേ, നമുക്ക് എന്തെങ്കിലും സാധനം ക്യാരി ചെയ്യാനുള്ള ഒരു ട്രേയും നമുക്ക് മുൻവശത്ത് കൊടുത്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള ഒരു ഫാബ്രിക്സിലുള്ള സീറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ പവർ ആൻഡ് ഇത് നമുക്ക് ഒരു 5 നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. മുന്നിലേക്കുള്ള 5 ഗിയേഴ്സും ഒരു റിവേഴ്സ് ഗിയറുമായിട്ടുള്ള ഒരു മെത്തേഡിലാണ് വാഹനത്തിൻ്റെ ഗിയർ മെത്തേഡ് നൽകിയിരിക്കുന്നത്. അത് 4 വീലിനെയും 2 വീലിനെയും 2 ഓപ്ഷനിലും നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു നോബും അതും താഴെ നൽകിയിട്ടുണ്ട്. ഡാഷ്ബോർഡ് എല്ലാം കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു ഹാർഡായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് തന്നെയാണ്. മൊത്തത്തിൽ എന്താ പറയുക, ഒരു പരുക്കൻ അല്ലെങ്കിൽ ഒരു ഹാർഡ്നെസ് ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ട്രിപ്പിന് പോകാനും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പോ അല്ലെങ്കിൽ ട്രക്കിങ്ങോ അതുകൂടാതെ തന്നെ കൂട്ടുകാരുമായിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ട്രാവൽ ചെയ്ത് ഒന്ന് അഴിച്ചു പൊളിക്കാനുള്ള അത്തരത്തിലുള്ള ഒരു ജേണി. അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ മിലിറ്ററി ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പേർപ്പസ്, അത്തരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന രീതിയിൽ തന്നെയാണ് വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 60 kW പവർ വിത്ത് 6000 RPM ആണ് വാഹനത്തിൻ്റെ പവർ. അതുകൂടാണ്ട് അതിൻ്റെ ടോർക്കിലേക്ക് പോകുമ്പോൾ 103 Nm ടോർക്കുണ്ട് 4500 RPM. അപ്പോൾ അത് കുഴപ്പമില്ലാതെ ഈ പറയുന്ന പോലെ ഏത് ഹില്ലിലേക്കും വണ്ടി ആയാസകരമായി 210 mm ഗ്രൗണ്ട് ക്ലിയറൻസും 2375 വീൽ ബേസും കൂടെ നൽകുമ്പോൾ വാഹനം ഏതൊരു കയറ്റവും ഏതൊരു ഹിൽ ആയിട്ടുള്ള ഏരിയയും കവർ ചെയ്ത് കയറി പോകാനായിട്ട് വളരെ ആയാസമില്ലാതെ തന്നെ ഡ്രൈവ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഡ്രൈവിൻ്റെ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഇത്തരത്തിലുള്ളൊരു കയറ്റം കയറാൻ പറ്റുമോ, അത് നമുക്ക് ഒരു വളരെ സ്ട്രഗിളായിട്ട് തോന്നുന്ന പല ഏരിയാസിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്ത് കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനം മൊത്തത്തിൽ. വെൽക്കം ടു സെലിബ്രിറ്റി സെഗ്മെന്റ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഒരു കാറ് വാങ്ങണമെന്ന്. പലരും കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആഗ്രഹിക്കും വലുതായ ശേഷം ഒരു വണ്ടി വാങ്ങുക, വണ്ടിയിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുക. അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളുമൊക്കെ സാമ്പത്തികമായി മുകളിൽ നിന്നവരും അല്ലാത്തവരും ഒക്കെ വാഹനങ്ങൾ വാങ്ങിച്ചപ്പോഴും ഞാൻ വാഹനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്കൂട്ടറിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ 2000 ഒക്കെ ആയ സമയത്ത് എനിക്ക് 2 കുട്ടികളെയും കൊണ്ട് സ്കൂട്ടറിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നുപോയി. പിന്നെ സുഹൃത്തുക്കളൊക്കെ എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. ഇതെന്താ വണ്ടിയില്ലാതെ ഇങ്ങനെ 2 കുട്ടികളെയും കൊണ്ട് സ്കൂട്ടറിൽ പോരുത്, എറണാകുളം സിറ്റിയിൽ കൂടെ പോരുതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റ് ഞാനൊരു കാറ് വാങ്ങാൻ നിർബന്ധിതനായി. ഇൻഡിഗോ, അതാണ് ആദ്യമായിട്ട് വാങ്ങിയ വണ്ടി. അത് വിറ്റിട്ട് പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരെണ്ണം വാങ്ങിച്ചു. അതും അതേ വാഹനം തന്നെ, ഇൻഡിഗോ തന്നെ വാങ്ങിച്ചു. അത് അതേ കളർ തന്നെ വാങ്ങിച്ചു. കാരണം ഈ കാറ് മാറി വാങ്ങിച്ചത് ജനം അറിയണ്ട. പിന്നെ എനിക്കിഷ്ടമുള്ള കളറായിരുന്നു. ആ വണ്ടിയിലുള്ളൊരു ക്രേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനൊന്ന് മാറി വേറെ കളറെങ്കിലും ഒന്ന് വാങ്ങിച്ചു തന്നെ. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അത് വിറ്റ് ഇൻഡിഗോ വാങ്ങുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വിദേശത്തൊക്കെ പോയി വരുമ്പോൾ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി ഞാൻ എയർപോർട്ടിലിട്ടിട്ട് പോകും.
2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ വന്ന് കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ എൻ്റെ അടുത്ത് സുഹൃത്തുക്കളൊക്കെ ചോദിക്കും എങ്ങനെയാണ് വന്നത്, ഏത് ഫ്ലൈറ്റിനാണ് വന്നത്, എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ദുബായ് ടു നെടുമ്പാശ്ശേരി ഇൻഡിഗോ, നെടുമ്പാശ്ശേരി ടു വീട്ടിലേക്കും ഇൻഡിഗോ എന്ന് പറയും. രണ്ടിൻ്റെയും പേര് ഇൻഡിഗോ ആണല്ലോ. പിന്നീട് അതിന് ശേഷമാണ് ഇപ്പോൾ അത് കൊടുത്ത് പിള്ളേരൊക്കെ വലുതായി. അപ്പോൾ ഒരു ടൂറൊക്കെ പോകണമെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു തിങ്ങൽ വന്നു വണ്ടിക്കകത്ത്. തിങ്ങൽ വന്നപ്പോൾ ഞാൻ വീണ്ടും അത് മാറ്റി ഒരു 7 സീറ്റർ വണ്ടി വാങ്ങിച്ചു. അതാണിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഹെർട്ടിഗ. ഡ്രൈവ് ചെയ്യുന്നവരോട് എനിക്കൊരു ഉപദേശം പറയാനുള്ളൂ, മറ്റൊന്നുമല്ല. നമുക്ക് സാമ്പത്തികം ഉണ്ടാവും, നമുക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ പറ്റും, അങ്ങനെ നമ്മുടെ ഉള്ള സാമ്പത്തികത്തെക്കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ പറ്റും. അഹങ്കാരം വേണമെന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷേ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. കാരണം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു പിശക് തോന്നിയാൽ മതി, നമ്മുടെ വണ്ടി കൊണ്ടൊന്ന് ഇടിച്ചാലും പണി കഴിയും. അപ്പോൾ നമ്മുടെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. കാരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്കോ മറ്റെന്തെങ്കിലും മാരക രോഗങ്ങൾ വരുന്നത്. ബാക്കി എല്ലാം നമ്മുടെ കയ്യിൽ, കുറച്ച് നമ്മുടെ കയ്യിലൊരു ഹോൾഡ് ഇരിപ്പുണ്ട്. പക്ഷേ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും സ്വന്തമായിട്ടുള്ള നമ്മുടെ ഡ്രൈവിങ്ങിനെ കുറിച്ചും നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. എൻ്റെ ഡ്രൈവിങ് അടിപൊളിയാണ്, സൂപ്പറാണെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ പകുതി, ദൈവം പകുതി, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു നല്ല ഡ്രൈവറല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി ഓടിച്ചപ്പം എനിക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു. പലവരും മാറി മാറി വന്നിരുന്നു. കുറേ നാൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിവനുണ്ടായിരുന്നു, കലാഭവൻ, മറ്റേ ബിൻഡോ ഉണ്ടായിരുന്നു. അങ്ങനെ പലരും എൻ്റെ ഡ്രൈവേഴ്സായിരുന്നു. പിന്നീട് ഞാൻ പലപ്പോഴും നമുക്ക് പേഴ്സണലായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഫാമിലിയായിട്ട് പോകുമ്പം വീണ്ടും എല്ലാവരും കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. പിന്നെയാണ് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് മാക്സിമം തൃശ്ശൂർ അല്ലെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം, അതിനപ്പുറത്തേക്ക് ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല സാധാരണയായിട്ട്. കാരണം പണ്ട് ഒരിക്കലും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് എൻ്റെ വീടിനടുത്ത് വെച്ചിട്ട്. ഉറങ്ങിയും വണ്ടി ഇടിച്ചതൊക്കെ ഒരുമിച്ചായിരുന്നു. ഇടിച്ചതല്ല, ഒരു കുഴിയിൽ വന്ന് വണ്ടി ചാടി വണ്ടിയുടെ ഒരു സൈഡ് മുഴുവൻ പൊളിഞ്ഞു പോയി. അതിന് ശേഷം പിന്നെ ഞാൻ എന്ന് ഉറക്കം വരുന്നു തോന്നി ആ നിമിഷം വണ്ടി നിർത്തിയിട്ട് അപ്പം എനിക്ക് പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ഉറങ്ങാൻ പറ്റും. കിടന്ന് ഇങ്ങനെ ഒരു 10 മിനിറ്റ് കണ്ണടച്ചാൽ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രഷാണ്. പിന്നെ എനിക്കൊരു 5-6 മണിക്കൂറിനകത്തേക്ക് കുഴപ്പമില്ല. പലർക്കും പറ്റാത്ത ഇല്ലാത്തൊരു കഴിവാണ് എനിക്കുള്ളത്. സ്റ്റുഡിയോയിലേക്ക് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 11 മണി 12 മണിയാകുമ്പോഴൊക്കെ ഉറങ്ങുന്നു എന്ന് ഉറക്കം വരുമ്പോൾ ഞാനൊരു 10 മിനിറ്റ് എന്ന് പറയും. ആ 12 മണിക്ക് പോയി ഒരു 12:15 ആകുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടങ്ങ് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രഷാണ്. പിന്നെ എനിക്ക് 2-3-5 മണിക്കൂർ ഇരിക്കാൻ പറ്റും. അതുപോലെ ഈ ഡ്രൈവിങ്ങിലും ഉണ്ട് ആ ഒരു ഗുണം. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫ്രഷാണ്. അപ്പോൾ അങ്ങനെ ഉറക്കം വരുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കാറെന്ന് പറയുന്നത് യാത്ര ചെയ്യാൻ മാത്രമല്ല, ഇത് ശരിക്കും നമ്മുടെ ഒരു വീട് തന്നെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കാറിൽ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിച്ചു, അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് കാറിൽ കയറുമ്പോൾ നമ്മുടെ വീട്ടിലെത്തിയ ഒരു ചെറിയ ഫീലിംഗാണ് ഈ കാറിലെത്തുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ. അതുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാര്യം തന്നെ. നമ്മുടെ ഡ്രസ്സുകളായിക്കോട്ടെ, മൊബൈലായിക്കോട്ടെ, ചാർജറായിക്കോട്ടെ, അങ്ങനെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥാനങ്ങളെല്ലാം ഈ കാറിലാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ എത്തുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തിയ ഒരു ഫീലിംഗ്, വീട്ടിലെത്തിയതിൻ്റെ ഒരു പകുതി ഫീലിംഗ് നമ്മൾ കാറിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. ഈ എല്ലായിടത്തും പരസ്യ ബോർഡുകൾ കാണാം, അമിത വേഗത്തിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ട്രാഫിക് നിയമങ്ങളിലുണ്ട് ഈ ഇത്രയും കിലോമീറ്റർ മുകളിൽ ഓടിക്കാൻ പാടില്ല. പക്ഷെ പെട്ടെന്ന് എത്താൻ വേണ്ടി നമ്മൾ ഓടിക്കുന്നത് മണ്ടത്തനമാണ്.
പ്രത്യേകിച്ച് സിറ്റികളിലൂടെ. കാരണം ഞാൻ ഈ അടുത്തൊരു ദിവസം അങ്കമാലി കൂടെ വരുമ്പം ഒരു ബൈക്ക് എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇയാൾ വളരെ പെട്ടെന്ന് നിർത്തും. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം അടുത്തൊരു ബ്ലോക്ക്, ആ ബ്ലോക്കിൽ ബൈക്ക് ഇങ്ങനെ കിടക്കുക. പുള്ളി ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പുള്ളി പോയി അവിടുത്തെ എത്തിയപ്പം ഒരു ട്രാഫിക് ലൈറ്റ്, അവിടെ റെഡ് സിഗ്നലില്ല. അപ്പോഴും ഈ വണ്ടി അവിടെ കിടക്കുക. നമ്മളിനി അല്ലാതെ കുറച്ച് നീളത്തിൽ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലാത്ത വഴിയാണെങ്കിൽ പോലീസിൻ്റെ ക്യാമറ ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ജംഗ്ഷനിൽ എത്തിയുമ്പോൾ ഒരു ഹമ്പ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് ചെല്ലുമ്പോൾ പോലീസ് ഉണ്ടാവും. ആലുവ എത്തിയപ്പോഴും കളമശ്ശേരി എത്തിയപ്പോഴും അത് കഴിഞ്ഞ് എടപ്പള്ളി എത്തിയപ്പോഴും ഈ ബൈക്കുകാരൻ നമ്മുടെയൊക്കെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മളെ കാണുമ്പോഴൊക്കെ ഈ പുള്ളി എന്ന് പറഞ്ഞ് കത്തിച്ച് പോകണ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിറ്റികളിലൊക്കെ തകർത്ത് വണ്ടി ഓടിച്ച് പോകുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം സിറ്റി വിട്ടുപോയാലും ഈ ക്യാമറയുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിവേഗത്തിൽ വണ്ടി ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. എല്ലാ കുട്ടികളുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തം ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിളിൽ എവിടെയെങ്കിലും ചെല്ലാനുണ്ടെങ്കിൽ സൈക്കിൾ സ്വന്തം സൈക്കിളിൽ വന്ന് ഇറങ്ങുക. അതുപോലെ സ്കൂട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കാറുണ്ടെങ്കിൽ, ഇനി വലിയ കാറായിക്കോട്ടെ, എത്ര വലിയ കാറായാലും നമ്മുടെ സ്വന്തം വാഹനം, ആ വാഹനത്തിൽ വന്ന് നമുക്ക് പോകേണ്ട സ്ഥലത്ത് വന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അഭിമാനികളാണ്. അതിനകത്തൊരു പ്രത്യേക ഒരു അഭിമാനം ഉണ്ടാവും. അപ്പോൾ കാറ് വാങ്ങാത്തവർ, ചെറിയ കുട്ടികൾ, കോളേജിൽ പഠിക്കുന്നവർ, സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും, ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും. അവരൊക്കെ വലുതാകുമ്പോൾ അവർക്കെല്ലാം സ്വന്തമായിട്ട് ഒരു വാഹനം ഉണ്ടാവട്ടെ. ആ വാഹനത്തിൽ തന്നെ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെ കാണുവാനായിട്ട് ചെല്ലുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബൈ. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ, ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് കൗമുദി. സാജൻസ് കോസ്റ്റ്യൂം കർട്സി, മെൻസ് വേൾഡ്, ബാലരാമപുരം.